രാമവർമ്മപുരം സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയത് 15-കാരനായ അന്തേവാസി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ട് കളക്ടർ. ചാവക്കാട് ശക്തമായ കാറ്റിൽ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിലകപ്പെട്ട വഞ്ചി മത്സ്യബന്ധന തൊഴിലാളികളെയും തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ വൈദ്യുതി തൂണുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. കാൽനട യാത്രികർക്ക് അപകടക്കെണിയൊരുക്കി തൃശൂർ നഗരത്തിലെ നടപ്പാതകൾ. തടസ്സമാകുന്നത് കാനകളുടെ തകർന്ന സ്ലാബുകളും നടപ്പാതയിലെ അനധികൃത കച്ചവടവും. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന സഹോദരന്റെ വാക്കുകളെയാണ് താൻ അന്വർത്ഥമാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ. രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൌത്യം വിജയകരം. ഇന്ന് രാവിലെ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. വിശദമായ വാർത്തയിലേക്ക്. രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായ 15-കാരൻ മറ്റൊരു അന്തേവാസിയായ 17-കാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. തലേ ദിവസമുണ്ടായ മർദ്ദനത്തിൽ ചുണ്ടിന് പരിക്കേറ്റതിലെ പ്രകോപനമെന്ന് പ്രതി. UP സ്വദേശിയായ 17 വയസ്സുള്ള അങ്കിതാണ് കൊല്ലപ്പെട്ടത്. രാവിലെ 6:30യോടെയാണ് സംഭവം. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അങ്കിതിനെ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഓടിയെത്തിയ കെയർടേക്കർമാർ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അങ്കിതിനെ ഉടൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലേന്നുണ്ടായ മർദ്ദനത്തിൽ പരിക്കേറ്റതിന്റെ പ്രതികാരമാണ് തലയ്ക്കടിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതിയായ 15-കാരൻ കെയർടേക്കർമാരോടും പോലീസിനോടും പറഞ്ഞു. പ്രതിയെ വിയ്യൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട അങ്കിത് UPയിൽ നിന്നെത്തി ഇരിങ്ങാലക്കുട ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായി കഴിയുന്നതിനിടെ 1 മാസം മുൻപാണ് രാമവർമ്മപുരം ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. പ്രതിയായ 15-കാരൻ 2023-ലാണ് രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. 18 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. 10ഓളം കെയർടേക്കർമാരും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ള ജീവനക്കാർ അന്തേവാസികളുടെ സംരക്ഷണത്തിനായി ഇവിടെയുണ്ട്. സംഭവം നടക്കുമ്പോൾ ചുമതലയിലുണ്ടായിരുന്ന കെയർടേക്കർമാരിൽ നിന്ന് കർത്തവ്യ നിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ എന്ന കാര്യം അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു 17 വയസ്സുള്ള കുട്ടീനെ ഒരു 15 വയസ്സുള്ള കുട്ടി ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ അവർ ഹോമിലുള്ളവർ പരിഹരിച്ചായിരുന്നു. പക്ഷേ രാത്രി ഉറങ്ങിയ ശേഷം രാവിലെ എണീറ്റ് വരുമ്പം ഈ കുട്ടിക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് 17 വയസ്സുള്ള കുട്ടി ഉറങ്ങായിരുന്നു, അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചുറ്റിയെ എടുത്തിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിനുശേഷം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ ആൾക്കാർ കൊണ്ടുപോയി. പക്ഷെ എന്നാലും രക്ഷിക്കാൻ സാധിച്ചില്ല, മരണപ്പെടുകയാണ് ഉണ്ടായത്. 15 വയസ്സുള്ള കുട്ടി 1 മാസം ആവുന്നേ ഉള്ളൂ ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റേ മരണപ്പെട്ട കുട്ടി 2023 തൊട്ട് ഇവിടെ ഉള്ളതാണ്. ഇരിങ്ങാലക്കുട ഒരു ഹോമിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതായിരുന്നു ഈ കുട്ടീനെ. മരണപ്പെട്ട കുട്ടി ആക്ച്വലി UPയിൽ നിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയുള്ള ഇരിങ്ങാലക്കുട ഹോമിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2023-ലായിരുന്നു ഈ കുട്ടീനെ ഇങ്ങോട്ട് മാറ്റിയത്. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. പ്രതി 15-കാരനായതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഇവർ കുട്ടികളൊപ്പം കെയർടേക്കർമാരുണ്ടാവണമല്ലോ, അവരൊപ്പം താമസിക്കുന്നുണ്ട്. കുട്ടികളോടൊപ്പം 24 മണിക്കൂറും ഓരോരോ കുട്ടിക്കും ഓരോരോ കെയർടേക്കർ എന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. കെയർടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ്, അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യണം. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അഫ്കോഴ്സ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാവും എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് ഈ കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ചെറിയ തോതിൽ വഴക്കുകളും അടിപിടിയും ഇവിടെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും കൊലപാതകത്തിലെത്തുന്ന സംഭവം ഇതാദ്യത്തേതാണെന്നാണ് ലഭ്യമായ വിവരം. TCV ന്യൂസ്, തൃശൂർ.
ചാവക്കാട് ശക്തമായ കാറ്റിൽ എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിലകപ്പെട്ട വഞ്ചിയും 2 തൊഴിലാളികളെയും മുനിക്കക്കടവ് തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. ചേറ്റുവയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ റയാൻ മാലിക് എന്ന വഞ്ചിയും മത്സ്യബന്ധന തൊഴിലാളികളായ മുനിക്കക്കടവ് സ്വദേശികളായ ചേനങ്ങര അനിൽകുമാർ, പൊറ്റേൽ റാഫി എന്നിവരെയാണ് ആഴക്കടലിൽ അകപ്പെട്ടത്. കോസ്റ്റൽ പോലീസ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കടലിൽ കാറ്റ് ശക്തമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ വൈദ്യുതി കാലുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. ഉമ്മിക്കുന്ന് കുന്നത്തേരി സബ് റോഡിലാണ് മരം വീണത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പന കടപുഴകി വീഴുകയായിരുന്നു. വൈദ്യുതി കമ്പിയിൽ വീണതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകൾ മറിഞ്ഞു വീണു. മരം വീണ നെല്ലൂര് വളപ്പിൽ ചന്ദ്രന്റെ വീടിന്റെ മുൻവശത്തെ ട്രസ്സിന് കേടുപാടുകൾ പറ്റി. പ്രദേശത്ത് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. മറിഞ്ഞു വീണ മരത്തിന് സമീപം നിൽക്കുന്ന മരങ്ങളും ഉണങ്ങി കട ദ്രവിച്ച് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുകയാണ് തൃശൂർ നഗരത്തിലെ നടപ്പാതകൾ. കാനകളുടെ തകർന്ന സ്ലാബുകളും നടപ്പാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകളും നടപ്പാതയിലെ അനധികൃത കച്ചവടവുമാണ് കാൽനട യാത്രികർക്ക് ഭീഷണിയായി മാറുന്നത്. സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ നഗരവീഥികളാണ് കാൽനടയാത്രക്കാർക്ക് അപകടഭീതിയായി മാറുന്നത്. ലേണിംഗ് സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മീഡിയനുകളിലും ഫുട്പാത്തിന്റെ റെയിലുകളിലുമെല്ലാം പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്ന പ്രവൃത്തികൾ നടക്കുമ്പോഴാണ് നഗരത്തിന്റെ മിക്കയിടങ്ങളിലുമുള്ള നടപ്പാതകളിലെ ചതിക്കുഴികളിൽ വീണ് ആളുകൾ അപകടത്തിൽപ്പെടുന്നത്. തൃശൂർ ചെമ്പോട്ട് ലൈനിലെ കാനയുടെ സ്ലാബ് തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും പരസ്യ ബോർഡ് വെച്ച് മൂടിയിട്ടിരിക്കുന്നതല്ലാതെ സ്ലാബ് മാറ്റിയിടാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. കോർപ്പറേഷൻ ഓഫീസിന്റെ പിൻഭാഗത്തുള്ള റവന്യൂ വിഭാഗം ഓഫീസിന് മുന്നിലെ റോഡിലാണ് ഈ ചതിക്കുഴി ഒളിഞ്ഞിരിക്കുന്നത്. ഇതുമൂലം ആളുകൾ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട ഗതികേടിലാണ്. ഇവിടെയുള്ള കച്ചവടക്കാരും ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ടൈലുകൾ ഇളകാത്ത ഒരു നടപ്പാത പോലും നഗരത്തിലില്ല, പ്രത്യേകിച്ച് പാലസ് റോഡിൽ. ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിന് മുന്നിലെ നടപ്പാതയിലെ ടൈലുകൾ തകർന്നു കിടക്കുന്നത് കുട്ടികളടക്കമുള്ളവർക്ക് ദുരിതമായി മാറുകയാണ്. സാഹിത്യ അക്കാദമിക്ക് സമീപമുള്ള നടപ്പാത കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാനായി കുത്തിപ്പൊളിച്ചിട്ട് മാസങ്ങൾ പലതു കഴിഞ്ഞു. കോർപ്പറേഷനാണ് നടപ്പാത കുത്തിപ്പൊളിച്ചിട്ടതെങ്കിലും PWD ആണ് നന്നാക്കേണ്ടതെന്ന വിചിത്രവാദമാണ് കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുണ്ടായതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇരു കൂട്ടരും പരസ്പരം പഴിചാരിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. നഗരത്തിലെ തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ തടസ്സങ്ങൾ നീക്കി അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പൊതുജനത്തിന്റെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. ചലച്ചിത്ര നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നടനും നൃത്താധ്യാപകനുമായ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഭരതനാട്യത്തിൽ ഒരു പുരുഷാധ്യാപകൻ കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന ജ്യേഷ്ഠന്റെ വാക്കുകളെയാണ് താൻ അന്വർത്ഥമാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ ചുമതലയേറ്റതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. RLV രാമകൃഷ്ണന് പുറമെ മറ്റ് 8 പേരും അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ഇന്ന് കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. അത് വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം നമുക്കിത് ഇവിടുത്തെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് ARR ഭാസ്കർ, രാജരത്ന മാസ്റ്റർ ഇവരായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ശേഷം നൃത്ത വിഭാഗത്തിൽ ഒരു അധ്യാപകനായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് അങ്ങേറ്റതൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കാണ് എല്ലാ ഈശ്വരനും. പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത്. മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ശക്തിയും ആർജവും ഉണ്ടാവും. കലാമണ്ഡലം ഒരു ഭരതനാട്യത്തിലേക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് വിളിച്ചിരുന്നു. He was one of the applicants and he was the best among the applicants. So the subject experts അദ്ദേഹത്തെയാണ് തിരഞ്ഞെടുത്തത്. അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഇപ്പം ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്.
ശമ്പള കുടിശ്ശിക കിട്ടാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി കലാമണ്ഡലത്തിൽ നിന്ന് വിരമിച്ച ഒരു വിഭാഗം അധ്യാപകർ രംഗത്ത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് റിട്ടയർഡ് അധ്യാപകർ പറയുന്നു. ഫെബ്രുവരി 24 മുതൽ അനിശ്ചിതകാല സമരം നടത്തും. ഇതിനു മുന്നോടിയായി ഈ മാസം 21-ന് കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളികൊട്ട് നടത്തുമെന്നും വിരമിച്ച അധ്യാപകർ അറിയിച്ചു. കലാമണ്ഡലത്തിൽ നിന്നും 30 വർഷം സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്ന് വിരമിച്ച് നിസ്സാരമായ പെൻഷനാനുകൂല്യങ്ങൾ ലഭിച്ച് 2007 പോലുള്ള കുടിശ്ശിക ലഭിക്കാതെ ഒരു രണ്ടാന്തര പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ വിഷയം നിരന്തരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം സർക്കാരിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൌത്യം വിജയകരം. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. ഇതോടെ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൌത്യമാണ് സ്പേസ് ഡോക്കിംഗ്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചാണ് ദൌത്യം വിജയകരമാക്കിയത്. ദൌത്യം സാങ്കേതിക കാരണങ്ങളാൽ മുൻപ് 2 തവണ മാറ്റിവെച്ചിരുന്നു. പട്ടികജാതി യുവതിയെ വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 6 വർഷവും 3 മാസവും തടവും 25,500 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോടശ്ശേരി ചന്ദനകുന്ന് ദേശത്ത് തെക്കൻ വീട്ടിൽ ബിജുവിനെയാണ് SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് K. കമ്മ്യൂണിസ് ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് AK കൃഷ്ണൻ കോടതിയിൽ ഹാജരായി. ചേലക്കര പങ്ങാരപ്പള്ളിയിൽ നിന്നും കാണാതായ സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തി. ചേലക്കര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളെയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ കാണാതായത്. സ്കൂൾ സമയം കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതോടെ രക്ഷിതാക്കൾ ചേലക്കര പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ നിന്നുമാണ് ഇന്ന് പുലർച്ചെ ഇവരെ കണ്ടെത്തിയത്. വിദ്യാർത്ഥികളെ പോലീസ് രക്ഷിതാക്കൾക്ക് കൈമാറി. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. വീട് കയറിയുള്ള കൊള്ളക്കിടെ നടനെ അക്രമി കുത്തിയതായാണ് വിവരം. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് നടൻ. ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. സെയ്ഫ് അലി ഖാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മോഷ്ടാവ് അതിക്രമിച്ച് കയറിയത്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച വ്യക്തിയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മോഷണ ശ്രമമാണ് അക്രമിക്ക് ഉണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി. മാള പൂപ്പത്തിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു മറിഞ്ഞു. 6 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മാളയിൽ നിന്ന് മാളവനയിലേക്ക് പോകുമ്പോൾ നിയന്ത്രണം തെറ്റിയ കാർ വലതുവശത്തെ സംരക്ഷണ തൂണിലിടിച്ചാണ് 5 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 5 പേരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിലും സാരമായി പരിക്കേറ്റ ഒരാളെ എറണാകുളത്തെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗോപകുമാർ, ഗോഡ്വിൻ, അഖിൽ പോളി, ആദർശ്, വിഷ്ണു, വിശാഖ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സജീവ്, അശോകൻ, ജോയ്, ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ അമ്മയോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. താലപ്പൊലിക്കാവിൽ കച്ചവടം നടത്തുന്ന രാജസ്ഥാൻ സ്വദേശികളായ നാടോടി സംഘത്തിലെ നേന എന്ന യുവതിയുടെ 1 മാസം പ്രായമുള്ള മകൾ ദിവാൻഷിയാണ് മരിച്ചത്. പുലർച്ചെ 4 മണിയോടെ മുലപ്പാൽ നൽകി ഉറക്കിയ കുഞ്ഞിനെ രാവിലെ അബോധാവസ്ഥയിൽ കാണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംരക്ഷണവും പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ ഭരണകൂടങ്ങളുടെയും ബാധ്യതയാണ്. ബാധ്യതയിൽ നിന്ന് മുട്ടാപ്പോക്ക് പറഞ്ഞ ഒഴിഞ്ഞുമാറുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇങ്ങനെ വരുമ്പോഴാണ് പലരും സമരവുമായി സെക്രട്ടേറിയറ്റ് പടിക്കലും കളക്ടറേറ്റുകൾക്ക് മുൻപിലും ഇരിക്കേണ്ടി വരുന്നത്. ഇത് ഒഴിവാക്കുന്ന നടപടികളാണ് പരിഷ്കൃത സമൂഹം നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ
ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ സെക്രട്ടറി പി രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ജയൻ അരിപ്ര, വിവിധ ബാങ്ക് സംഘടനാ പ്രതിനിധികളായ പി എൻ ലോറൻസ്, ടി ആർ ജോയ്, പി പി ഷിനോജ്, സാറാമ റോബ്സൺ എന്നിവർ സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് അപാകതകൾ പരിഹരിച്ച് നടപ്പിലാക്കുക, DA പുനഃസ്ഥാപിക്കുക, പെൻഷൻ കേരള ബാങ്ക് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലാ TB സെന്ററിന്റെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ അജയ് രാജൻ, തൃശൂർ SCSM ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. TB പ്രാഥമിക പരിശോധന, ഒപ്പുശേഖരണം, പ്രതിജ്ഞ, ലഘുലേഖ വിതരണം എന്നിവയും നടന്നു. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്താൻ ഡിവൈഎഫ്ഐ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന്റെ ഇരകളായി മാറുന്നതായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. പല പൊതുയിടങ്ങളും തെരുവുകളും മയക്കുമരുന്ന് മാഫിയ കൈയടക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ പ്രചരണ പരിപാടികൾ ശക്തിപ്പെടുത്തുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ഈ മാസം 20, 21 തീയതികളിൽ ജനകീയ ജാഗ്രതാ സദസ്സ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ഇരിങ്ങാലക്കുടയിൽ സമൂസയിൽ നിന്നും പല്ലിയെ കണ്ടെത്തിയതായി പരാതി. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിയ സമൂസയിൽ നിന്നാണ് പല്ലിയെ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ട് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബബിൾസ് ടീ എന്ന് പറയുന്ന ബേക്കറിയിൽ നിന്ന് സമോസ വാങ്ങിച്ചു. ആ സമോസയിൽ ഒരു വൈകുന്നേരം സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ കവറ് പൊട്ടിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് പല്ലിയെ കിട്ടി. മോളാണത് കഴിച്ചുകൊണ്ടിരുന്നത്. പല്ലിയുടെ വാല് കടിച്ച് അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തു. ചുവന്നമണ്ണ പൂവൻചിറ റോഡ് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 1 വർഷം മുൻപ് മെറ്റൽ വിരിച്ച് റോഡ് ഇതുവരെയും ടാർ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പ്രതിഷേധ സമരം മത്തായി കേരളം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ഉല്ലാസ് ചെമ്പനാലിൽ, സിനി അരക്കോൽക്കുടി, ഹേമ സന്തോഷ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ലൈഫ് കെയർ മൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനാചരണം നടത്തി. റാലി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് നൂറുനിസ ഹൈദർ അലി, ഡോക്ടർ RV ദാമോദരൻ, സിസ്റ്റർ മേരി പീറ്റർ, കൌൺസിലർ KP റഷീദ്, PI ലാസർ എന്നിവർ സംസാരിച്ചു. ഏത് ജാതിയിലുള്ളവരാണോ 2 ഇഞ്ചക്ഷൻ കുത്താൻ എല്ലാവർക്കും. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ നിന്ന് 3ാം തലപ്പൊലി ആഘോഷിക്കും. രാത്രിയിൽ ഗുരുതി നടക്കും. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗുരുതി രാത്രി 9-ന് എടവലങ്ങിലെ 18-ാളം കോവിലകത്ത് നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. 2ാം താലപ്പൊലി നാളായ ഇന്നലെ 9 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തെക്കുംകര പഞ്ചായത്തിലെ വികസന സെമിനാർ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി കൊഴുക്കുളിയിൽ ബൈക്കിലെത്തിയ 2-അംഗ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. കൊഴുക്കുളി സ്വദേശിനി ശാന്തയുടെ 2.5 പവന്റെ മാലയാണ് കവർന്നത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നടന്നുവരുന്നതിനിടെയാണ് സംഭവം. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ LDF ഭരണസമിതിയുടെ വികസന വിരുദ്ധ നയങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൈപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ സെന്ററിൽ സമരപ്രഖ്യാപന സദസ്സ് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ നരങ്ങത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഭിലാഷ് പ്രഭാകർ, ഡോക്ടർ സോയ ജോസഫ്, മുൻ MLA PA മാധവൻ, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
മണലൂർ പഞ്ചായത്തിൽ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ ഭരണസമിതിയിൽ ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് യോഗ നടപടികൾ ഉടൻ അവസാനിപ്പിച്ചു. അജണ്ടകളിൽ തീരുമാനങ്ങളൊന്നും എടുക്കാതെയാണ് പിരിഞ്ഞത്. അനർഹമായി എന്തെങ്കിലും തീരുമാനങ്ങൾ എഴുതി ചേർത്താൽ അംഗീകരിക്കില്ലെന്ന് രേഖാമൂലം LDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എഴുതി നൽകി. പഞ്ചായത്ത് ഹാളിൽ നിന്ന് പ്രകടനമായി വന്ന പ്രതിനിധികൾ പഞ്ചായത്തിന് പുറത്ത് പ്രതിഷേധ യോഗം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ഷാനി അനിൽകുമാർ, ഷേലി റാഫി, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, ധർമ്മൻ പറത്താട്ടിൽ, സിജു പച്ചാമ്പുള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, LDF കൺവീനർ MR മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർന്നു കിടക്കുന്ന അവസ്ഥയാണെന്നും അഴിമതിയുടെ കേന്ദ്രമായി പഞ്ചായത്തും ജലനിധി ഓഫീസും മാറിയെന്നും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ശോച്യാവസ്ഥയിലാണെന്നും ജലനിധി പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നത് ഉപ്പുവെള്ളമാണെന്നും ആരോപിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, ഋഷി പൽപു, മഹേഷ് കാർത്തികേയൻ, AD സാജു, പഞ്ചായത്ത് മെമ്പർമാരായ ശരത് കുമാർ, ലിസി വർഗീസ്, സീമ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CWFA അഖിലേന്ത്യാ സെക്രട്ടറി ഷീല അലക്സ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കോന്നിക്കര പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണക്കാട്, ജില്ലാ ഭാരവാഹികളായ ലതാചന്ദ്രൻ, KP വിനോദ്, MR രാജൻ, EC ബിജു, IM ബാബു എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിൽ അമ്പുതിരുന്നാളോടനുബന്ധിച്ചുള്ള ടൗൺ അമ്പ് തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്, സൌഹാർദ്ദ ബാൻഡ് മേളം, അമ്പ് പ്രദക്ഷിണം, വനിതകൾ നയിക്കുന്ന മേളം, മേൽപ്പാലം ജംഗ്ഷനിൽ ഫ്യൂഷൻ എന്നിവ നടക്കും. ജനറൽ കൺവീനർ വിൽസൺ മഞ്ഞളി, കൺവീനർമാരായ ക്ലീറ്റസ് വടക്കേത്തല, സരിൻ താണിശ്ശേരിക്കാരൻ, ബാബു കണക്കൂടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുത്ത KS ധനേഷിന് സ്വീകരണം നൽകി. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റായി KS ധനേഷ് 2ാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മണലൂർ മണ്ഡലം വരണാധികാരിയായ ബിജോയ് തോമസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന കൌൺസിൽ അംഗം മോഹനൻ കളപ്പുരയ്ക്കൽ, സന്തോഷ് പണിക്കശ്ശേരി, പ്രേമൻ നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ബാലസുരക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബാലസുരക്ഷാ സമിതി പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി വാടാനപ്പള്ളി EMS സാംസ്കാരിക നിലയത്തിൽ അമ്മു ആൻഡ് അപ്പു എന്ന കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് തയ്യാറാക്കിയ ഹ്രസ്വ ചലച്ചിത്രത്തിന് പ്രകാശനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS സബിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. UP സ്കൂൾ അടുത്തത് LP സ്കൂൾ ബോധാനന്ദ വിലാസം LP സ്കൂൾ അടുത്തത് ചിറലയം ഹോളി ചൈൽഡ് കോൺവെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. തൃശൂർ നിർമ്മല പ്രോവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡെയ്സൺ മുണ്ടോപ്പുറം, പ്രധാന അധ്യാപിക C അൻസ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വീരോലിപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളെ CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, EG ജോജു, ഡോക്ടർ സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 9ാമത് തൃശൂർ അവന്യൂ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളും വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ ജയശ്രീ മിനി ഹാളിൽ ഗുരുവന്ദനം പരിപാടിയോടുകൂടി സമ്മേളനത്തിന് ആരംഭമാകും. 18-ന് രാവിലെ രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KPSTA റവന്യൂ ജില്ലാ പ്രസിഡന്റ് PK ജയപ്രകാശ്, സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിദ റഹ്മാൻ, ജില്ലാ സെക്രട്ടറി KS സുഹൈർ, വടക്കാഞ്ചേരി ഉപജില്ലാ പ്രസിഡന്റ് KP സജയൻ എന്നിവർ പങ്കെടുത്തു.
മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർമി ദിനാചരണം സംഘടിപ്പിച്ചു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. സീനിയർ അണ്ടർ ഓഫീസർ JS നന്ദകുമാർ, സീനിയർ കേഡറ്റുകളായ TV അശ്വിൻ, ആഷ്മി എന്നിവർ സംസാരിച്ചു. പൂത്തറയ്ക്കൽ ഗവൺമെന്റ് നഴ്സറി സ്കൂളിലേക്ക് പുതിയ ഫർണിച്ചർ വിതരണം ചെയ്തു. ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് നഴ്സറി സ്കൂൾ അധ്യാപിക MK കല, പഞ്ചായത്ത് അംഗങ്ങളായ PC പ്രഹ്ലാദൻ, വിദ്യ രമേശ്, KB പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണിയിൽ സുലഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ മതിലകത്ത് മാർക്കറ്റിംഗ് കിയോസ്ക് ആരംഭിച്ചു. ജില്ലയിലെ 22ാമത് മാർക്കറ്റിംഗ് കിയോസ്കാണ് മതിലകം കൂളിമുട്ടം കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കുടുംബശ്രീ മിഷൻ വഴി ലഭിച്ച 3 ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ ആരംഭിച്ച കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സിബി രാജേഷ് അധ്യക്ഷയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്ര മാറാട്ട് മഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി സുകുമാരൻ കൊടിയേറ്റ് നിർവഹിച്ചു. ഇന്ന് വൈകിട്ട് 7-ന് തിരുവാതിരക്കളി, വെള്ളിയാഴ്ച രാത്രി 7-ന് രൂപക്കളം, 19-ന് വൈകിട്ട് 6:30-ന് ഗാനമേള, ഉത്സവ ദിവസമായ 22-ന് രാവിലെ ശിവേലി, വൈകിട്ട് 3:30-ന് പകൽപൂരം, തുടർന്ന് വെടിക്കെട്ട്, ആറാട്ട്, തിരിച്ചെഴുന്നള്ളത്ത് തുടങ്ങിയവ നടക്കും. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CB അബ്ദുൾ സമ്മദ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക NS ഷീബ, പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, വാർഡ് മെമ്പർ KS അനിൽകുമാർ, MPTA പ്രസിഡന്റ് സിന്ധു രാജ്, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. 1960 ചെറുതുരുത്തി ഗവൺമെന്റ് സ്കൂളിലും പഠനം നടത്തി. അടുത്തതായി നമ്മൾ ആദരിക്കുന്നു കയ്പമംഗലം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. കലോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കര ഇല്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PMS ആബിദീൻ, ജിനൂബ്, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കളികളുണ്ട്. വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇന്നത്തെ ഈ കളിയും ചിരിയും ഉല്ലാസവും. അവർക്ക് വേറെ ഏതോ ഒരു കഴിവുണ്ടെന്നാണ്. ഒരു പ്രിയപ്പെട്ട കുട്ടി, അവൻ്റെ പേര് സൂരജ് എന്നാണ്. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവബലി ഭക്തിസാന്ദ്രമായി. ഉത്സവബലി ചടങ്ങുകൾ ഭക്തി നിർഭരമായി ഭഗവാനെ പഴുക്കാം മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച ശേഷം സപ്തമാതൃക്കൾക്ക് ഹവിസ് തൂകി. തുടർന്ന് ക്ഷേത്രത്തിന് അകത്തുള്ള മറ്റ് ബലിക്കല്ലുകളിലും ഹവിസ് തൂകിയ ശേഷം ഭഗവാന് ദീപാരാധന നടത്തി. ഉത്സവബലി കാണിക്ക ദർശനത്തിന് ഒട്ടനവധി ഭക്തജനങ്ങൾ സന്നിഹിതരായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി, കല്ലേലി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരി, മേൽശാന്തി രാഘവേന്ദ്രാചാര്യ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നീലത്ത് മഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 3ാമത് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ പുരസ്കാരം രമേശൻ എമ്പ്രാന്തിരിക്ക് സമ്മാനിച്ചു. കോട്ട കോവിലകത്ത് നടന്ന ചടങ്ങിൽ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MB മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, KG ശശിധരൻ, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ദേവസ്വം മാനേജർ K വിനോദ് എന്നിവർ സംസാരിച്ചു.
ഡെവലപ്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലെ കുന്നംകുളം മാർത്താറ്റ് കൃഷിഭവൻ പരിധിയിലുള്ള തിരഞ്ഞെടുത്ത 25 കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ഡെൻട്രോബിയം ഇനം ഓർക്കിഡ് തൈകളും ചട്ടികളും വിതരണം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ ചെയർപേഴ്സൺ സജനി പ്രേമൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ എസ് ജയൻ, നഗരസഭാ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ, പരിശീലക നഫീസ റഹമത്തുള്ള, ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. കടവലു കരിക്കാട് പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് തുടങ്ങി. 40 ഏക്കർ പാടശേഖരത്തിൽ 120 ദിവസം മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. പാടത്ത് ഇപ്പോഴും വെള്ളമുള്ളതിനാൽ ചെളിയിൽ ഉപയോഗിക്കുന്ന കൊയ്ത്തുമതി യന്ത്രമാണ് ഉപയോഗിക്കുന്നത്. 2700 രൂപയാണ് ഒരു മണിക്കൂർ യന്ത്ര വാടക. പാടങ്ങളിൽ വെള്ളമുള്ളതിനാൽ കൊയ്ത്ത് വൈകുകയും വൈക്കോൽ കേടുവരുന്നതായും കർഷകർ പറഞ്ഞു. മഴ കാരണം നടിയിൽ വൈകിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിളവ് കുറവാണെന്നും ഇവർ പറഞ്ഞു. സപ്ലൈകോയിൽ കർഷകർ രജിസ്റ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭാ ചെമ്മണ്ണൂർ പുത്തൻകുളം AC മൊയ്തീൻ MLA നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജനി പ്രേമൻ, PK ഷബീർ, വാർഡ് കൌൺസിലർ PV സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴുക്ക് വസ്ത്രങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കുക എന്ന ഉണ്ടാക്കിയിട്ടുണ്ട്. വേസ്റ്റൊക്കെ വന്ന് നമ്മുടെ കുളത്തിൻ്റെ പരിസരം കൂടിയാകുമ്പോൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ IQAC NSS യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനം ആചരിച്ചു. ജില്ലാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി ഡോക്ടർ K അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് റോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടികയറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി തുടങ്ങിയവർ സഹകാർമ്മികത്വം വഹിച്ചു. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷം. കാൽഡിയൻ സിറിയൻ LP സ്കൂൾ 98ാം വാർഷികം ആഘോഷിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള യോഗം ഉദ്ഘാടനം ചെയ്തു. മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3306 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാമവർമ്മപുരം സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയത് 15-കാരനായ അന്തേവാസി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ട് കളക്ടർ. ചവക്കാട് എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിലകപ്പെട്ട വഞ്ചി ശക്തമായ കാറ്റിൽ ഒഴുക്കിൽപ്പെട്ടു. വഞ്ചിയും മത്സ്യബന്ധന തൊഴിലാളികളെയും തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ മരം കടപുഴകി വീണ വൈദ്യുതി തൂണുകളും വീടിന്റെ മുൻവശത്തെ ഷീറ്റും തകർന്നു. കാൽനട യാത്രികർക്ക് അപകടക്കെണിയൊരുക്കി തൃശൂർ നഗരത്തിലെ നടപ്പാതകൾ. തടസ്സമാകുന്നത് കാനകളുടെ തകർന്ന സ്ലാബുകളും നടപ്പാതയിലെ അനധികൃത കച്ചവടവും. ചരിത്ര തീരുമാനവുമായ കേരള കലാമണ്ഡലം. RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി കലാമണ്ഡലത്തിൽ ചുമതലയേറ്റു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകണമെന്ന സഹോദരന്റെ വാക്കുകളെയാണ് താൻ അന്വർത്ഥമാക്കുന്നതെന്ന് RLV രാമകൃഷ്ണൻ. രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൌത്യം വിജയകരം. ഇന്ന് രാവിലെ ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.